ഹേ സി എസ് ആസ്പിറൻസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബേസിക്കലി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എൻഡ് ടു എൻഡ് ഒരു ജനറൽ അവയർനെസ് വീഡിയോ ആണ്. ഞാൻ ആദ്യമേ ഒരു ഡിസ്ക്ലെയിമറോടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊരു കംപ്ലീറ്റ് ജനറൽ അവയർനെസ് ആണ്. അതായത് ഈ ബേസിക്കലി ഞാൻ ഇന്നത്തെ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ പോകുന്ന ഒരു ബേസിക് കോണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഈ സി എസ് എന്ന് പറഞ്ഞ കോഴ്സ് എടുത്താൽ ഗുണമാകും, ആർക്കൊക്കെ ഈ കോഴ്സ് ആപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ ആരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കോഴ്സ് അവർക്ക് കംപ്ലീറ്റായിട്ട് ഇഫക്റ്റീവ്ലി കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഏർണിങ്സ് കിട്ടാൻ പാടായിട്ടുള്ള ആൾക്കാരാണ് ഞാനിന്ന് ബേസിക്കലി ഈ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കേ അല്ല, ഒരു പ്യൂപ്പർ ജനറൽ അവയർനെസ് വീഡിയോ ആണ്. ഓക്കെ, സോ ഈ ഡിസ്ക്ലെയിമറോട് കൂടി നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ ഞാൻ ഈ വീഡിയോ ത്രൂ ഔട്ട് പല പല കണ്ടീഷൻസ് അല്ലെങ്കിൽ പല പല സിറ്റുവേഷൻസ്, ഞാൻ കണ്ടിട്ടുള്ള പല പല സിറ്റുവേഷൻസ് വെച്ചിട്ടായിരിക്കും ഈ വീഡിയോ ത്രൂ ഔട്ട് പോകുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ, മീറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസ്, അങ്ങനെയുള്ള ബേസിക്സ് ആയിട്ടുള്ള എൻ്റെ സിറ്റുവേഷൻ ബേസിസിൽ ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാനും കേൾക്കാനും പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് സിനാരിയോയിലോട്ട് വരാം. ആർക്കൊക്കെയാണ് ഈ സി എസ് എന്ന് പറഞ്ഞ കോഴ്സ് ഫുള്ളി ഇഫക്റ്റീവായിട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് അതൊരു പെർഫെക്റ്റ് കോഴ്സായിട്ട് തീർക്കാൻ പറ്റുന്നത് എന്നൊരു ചോദ്യമാണ് ഫസ്റ്റ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആസ് യൂഷ്വൽ ഹാർഡ് വർക്കർ ആയിരിക്കണം. അതായത് ദേ ഹാവ് ടു ഇൻവെസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ഡൂയിങ് സി എസ്, ഫസ്റ്റ് ലൈൻ. ഓക്കെ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എത്ര പ്രാവശ്യം എഴുതിയാലും കുഴപ്പമില്ല, എനിക്ക് എത്ര പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് ഫെയിലായാലും ഞാൻ കോഴ്സിലോട്ട് കയറി വരും, തിരിച്ച് ഞാൻ എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത് പോകും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. സോ ഈ കേസിൽ തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ സിറ്റുവേഷൻ തന്നെ ഞാൻ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. സോ ഞാൻ ഫസ്റ്റ് ടൈം സി എസ് എക്സിക്യൂട്ടീവ് സി ഇ ടി എല്ലാം കഴിഞ്ഞ് സി എസ് എക്സിക്യൂട്ടീവിലോട്ട് കയറുമ്പോഴത്തേക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് വരുന്നു, ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നു, എനിക്ക് ഒരു 10 മാർക്കിന് ആ ഒരു അറ്റംപ്റ്റ് ലൂസായി. സോ എൻ്റെ 6 മന്ത്സ് പോയി. സോ അടുത്ത് ഞാൻ വീണ്ടും ആ അറ്റംപ്റ്റ് നോക്കുന്നു, അടുത്ത 6 മന്ത്സിൽ ഞാനത് ക്ലിയർ ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞു, അടുത്ത ഞാൻ രണ്ടാമത്തെ ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തു. സോ ഒരു 1.5 ഇയേഴ്സിൽ ഞാൻ എക്സിക്യൂട്ടീവ് മാത്രമേ തീർത്തിട്ടുള്ളായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് ട്രെയിനിങ് ഉണ്ട്, എൻ്റെ പ്രൊഫഷണൽ പ്രോഗ്രാം ഉണ്ട്, എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കിടന്നു. സോ ബേസിക്കലി ഞാനത് കംപ്ലീറ്റ്ലി തീർക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 5 ഇയേഴ്സ് എടുത്തു, അതായത് ഇൻക്ലൂഡിങ് ട്രെയിനിങ്. സോ നിങ്ങളിപ്പം ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ഏജ്ഡ് ഇൻ ദ സെൻസ് നെഗറ്റീവായിട്ട് പറയല്ല, ഇപ്പം നിങ്ങൾ 26, 27 ഒക്കെയാണ്, നിങ്ങൾക്ക് മാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൾറെഡി ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ 27+ ഒരു 5 എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ മാത്രമേ നിൽക്കാവൂ. അപ്പോൾ ഇപ്പം നിങ്ങൾ തിങ്ക് ചെയ്യും, ഞാൻ ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയും കാട്ടി ഭയങ്കര സ്മാർട്ടാണ്, എനിക്ക് 2 to 3 ഇയേഴ്സിൽ തീർക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് എക്സിക്യൂട്ടീവും പ്രൊഫഷണലും ഒരു 1 or 1.5, 2 ഇയേഴ്സ് നിങ്ങൾക്ക് തീർക്കാം. ബട്ട് സ്റ്റിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാതെ ലാസ്റ്റുള്ള CLDP കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല, മെമ്പർഷിപ്പ് നമ്പർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടത്തില്ല. വിത്തൗട്ട് മെമ്പർഷിപ്പ് നമ്പർ യു കനോട്ട് ഗോ എനിവെയർ ആൻഡ് ഡു വർക്ക് ആസ് എ കമ്പനി സെക്രട്ടറി. ആൻഡ് ദി നെക്സ്റ്റ് കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ കണ്ടിട്ടുള്ള വേറൊരു കാറ്റഗറിയാണ്. ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്ന വൺ ഓഫ് ദി ടോപ്പ് ഫേംസ് ഇൻ ഇന്ത്യയാണ്. സോ അവിടെ ഞാൻ കണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഈസ് ഓൾസോ എൻ യൂട്യൂബർ. സോ ആ ഒരു വ്യക്തിക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ചാനൽ വളരെ സൂപ്പർ ഗ്രോത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ആ വ്യക്തി എന്ത് ചെയ്തു, നമ്മുടെ ഫേമിൽ ജോയിൻ ചെയ്തു. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ സ്റ്റാർട്ട് ഡൂയിങ് ഇൻറ്റേൺഷിപ്പ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ that particular person has on one side the YouTube channel that person has to handle. ഓക്കെ, വേറൊരു സൈഡിൽ എന്താണ്, നമ്മുടെ ഫേം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് എൻ നമ്പർ ഓഫ് ജോബ്സ്. സോ വന്നുകൊണ്ടിരിക്കും, ഓരോ ജോലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ദാറ്റ് പേഴ്സൺ വാസ് നോട്ട് ഏബിൾ ടു കൺട്രോൾ ബോത്ത്. അതായത് രണ്ട് സൈഡിൽ പെട്ടുപോകുന്നു. ഇപ്പം ഈ നിങ്ങൾ കാണുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം ഉറക്കമില്ല, നമുക്ക് ജോലി ചെയ്യാൻ സമയം കിട്ടുന്നില്ല, ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, യൂട്യൂബിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആസ് സിമ്പിൾ ആസ് ദാറ്റ് പേഴ്സൺ ക്വിറ്റ് ഇൻറ്റേൺഷിപ്പ്. കാരണം ആ ഒരു വ്യക്തിയെ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് ലാസ്റ്റ് എത്തി. സോ ഇത് നിങ്ങൾ ഒരു യൂട്യൂബർ ആയതുകൊണ്ടല്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. അല്ല, കാരണം ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി 2 കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട്, MBA ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, MCOM ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ സൈമിൾട്ടേനിയസ്ലി ദേ വിൽ ഗോ ഡു CS ആസ് എൻ അഡീഷണൽ കോഴ്സ്. സോ ദാറ്റ് ജോലിക്ക് കയറി കഴിയുമ്പോൾ ആഡ് അഡ്വാൻറ്റേജ്, ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ നെഗറ്റിവിറ്റി എവിടെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓവർ ദി പീരീഡ് ഓഫ് ടൈം നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയിൽ ദി വർക്ക് ഈസ് വെരി ലോ എന്ന് വിചാരിച്ചോ, ദെൻ ഇറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്. ഓൺ ദി കോൺട്രറി, ഓപ്പോസിറ്റ് സൈഡിൽ
ആ ഫേമിൽ വർക്കും കൂടുതലാണ്, നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനും ഉണ്ട്, പ്ലസ് നിങ്ങളൊരു വേറെ കോഴ്സും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം യു ആർ ഡൂയിങ് ത്രീ ജോബ്സ് ആക്ച്വലി. സോ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് യു വിൽ ഹിറ്റ് ദി ബ്രേക്ക് ഈവൻ. നിങ്ങൾക്ക് അങ്ങോട്ട് പിന്നെ പോകാൻ ഇച്ചിരി പാടായിരിക്കും, കാരണം നിങ്ങൾ എക്സോസ്റ്റ് ആയി കഴിഞ്ഞു, എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു 1-2 നമ്മൾ ഡ്രോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ ഫോർ അസ് ടു കണ്ടിന്യൂ ഇൻ എ സ്മൂത്ത് മാനർ. സോ ഇങ്ങനെയുള്ള വ്യക്തികളും എൻ്റെ ഒപ്പീനിയനിൽ ഷുഡ് നോട്ട് ടേക്ക് CS എസ് എ തേർഡ് വീൽ. കാരണം നിങ്ങൾ ഓരോന്നോരോന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവസാനം നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ടൈം ഗോ ടു CS, അതായത് ഒരു സ്പെസിഫിക്കലി നിങ്ങൾ ഇരുന്ന് നിങ്ങൾക്ക് നോർമലായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, CS കോഴ്സും കൂടെ എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. ദിസ് ഡസൻറ്റ് ആപ്ലിക്കബിൾ ടു CS, CMA ഓർ CA. ഞാൻ പറഞ്ഞു ജനറലി പറയുന്നതാണ്. അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾ മാക്സിമം ഇങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കാതെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വെൻ ദേ ഹാവ് ഫ്രീ ടൈം, ഓക്കെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റും, ഇതൊരൊറ്റ കാര്യം മതി, ജോലി എനിക്ക് സൈഡിൽ കൂടെ പോകുന്നുണ്ട്, ഐ ക്യാൻ ഹാൻഡിൽ ജോബ് വെരി വെൽ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. അടുത്ത ഇതുപോലെ സിമിലർ ഒരു സിറ്റുവേഷൻ ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവർ നല്ലൊരു കമ്പനിയിൽ ഒരു ജോലിക്ക് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ദേ നീഡ് പ്രൊമോഷൻ. അപ്പോൾ പ്രൊമോഷൻ ബേസിസിൽ അവർ എന്ത് ചെയ്യും, എനിക്ക് ഒരു ഹയർ സ്റ്റെപ്പിലോട്ട് പോകണം. കാരണം യു നോ ദാറ്റ് CS എന്ന് പറഞ്ഞാൽ വളരെ ടോപ്പ് മാനേജ്മെൻറ്റ് ഹയർ പൊസിഷനിൽ വരുന്ന ഒരു ജോബ് തന്നെയാണ്, ഒരു പോസ്റ്റ് തന്നെയാണ്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഹൈലി പെയ്ഡ്. സോ അത് നമുക്കത് വേറൊരു ടോപ്പിക്കാണ്. സോ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ നമ്മൾ ഓൾറെഡി ഒരു നല്ലൊരു പോസ്റ്റ് ഇരിക്കുന്നുണ്ടായിരിക്കും, മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലൊക്കെ ഇരുന്നിട്ട് വി വോണ്ട് ടു ജമ്പ് ദി ഹൈറാർക്കി. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോകുന്നു CS എടുക്കുന്നു, അവസാനം എന്ത് പറ്റുന്നു വെച്ചാൽ ആ ഒരു കമ്പനി ഇപ്പോൾ CS നിങ്ങൾക്കറിയാം എക്സാമിനേഷൻസ് എല്ലാം മിനിമം നമ്മളൊരു 1 മന്ത് പ്രോപ്പറായിട്ട് ഇരുന്ന് എൻഡ് ടു എൻഡ് റിവിഷൻ ക്ലീനായിട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവർ പോകുന്നു, ഇവർ ജോലി തിരക്കിൻ്റെ ഇടയിൽ ലീവ് ചോദിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും ലീവ് കിട്ടാറില്ല. അപ്പോൾ എന്ത് പറ്റും, ദേ വിൽ മെസ് ഇറ്റ് അപ്പ്. അതായത് CS എഴുതാനും പറ്റുന്നില്ല, എൻറോളും ചെയ്ത് കഴിഞ്ഞു, ദേ വിൽ ഒരു 3 to 4 years നമ്മൾ ആ എക്സിക്യൂട്ടീവ് ലെവലിൽ തന്നെ സ്റ്റക്കായി നിൽക്കാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു എൻഷുർ ദാറ്റ് വെദർ അവർ ചെയ്യുന്ന ആ ഒരു ജോലി അവർക്ക് പഠിക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ലൈക്ക് അവർക്ക് ജോലിയുടെ ഇടയ്ക്ക് ലീവ് ചോദിച്ച് കുറച്ച് നേരം ഇരുന്ന് പഠിച്ച് നീറ്റായിട്ട് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഇന്റേൺഷിപ്പ് ഉണ്ട്, ഇന്റേൺഷിപ്പ് ചെയ്യാതെ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടത്തില്ല. സോ ജോലിയിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും സപ്പോസ് അവർ ഹാർഡ് വർക്ക് ചെയ്ത് പാസ്സായാൽ കൂടെ ഓക്കെ ഇവർ ഇവിടെ നിന്ന് റിലീവ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകാം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും, നെവർ എവർ ഗോ ടു എ പ്ലേസ്, അതായത് ഡമ്മി ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിങ്ങനെ റിയൽ ലൈഫിൽ വളരെ പ്രാക്ടിക്കൽ അല്ല, പക്ഷേ ഞാൻ പറഞ്ഞ വെച്ചാൽ ചുമ്മാ പോയിട്ട് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ പോയി ചെയ്തിട്ട് എന്ന സിറ്റുവേഷൻസൊക്കെ ഞാൻ കാണാറുണ്ട്. സോ അതിലൊന്നും ഒരു ഇഫക്റ്റീവും ഇല്ല. നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 years ആണ് നിങ്ങളെ ഫുള്ളായിട്ട് ഒരു കമ്പനി സെക്രട്ടറി എന്നൊരു രീതിയിൽ മോൾഡ് ചെയ്യും. ബേസിക്സ് ആണ് ഞാൻ പറയുന്നത്, ബേസിക്കായിട്ട് നിങ്ങളെ മോൾഡ് ചെയ്യുന്നൊരു സ്റ്റേജ്. ആ സ്റ്റേജ് നിങ്ങൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇല്ലാതെ യു ക്യാൻ നെവർ എവർ ബിൽഡ് എനിത്തിങ് വിത്തൗട്ട് എനി ഫൗണ്ടേഷൻ. സോ ബേസിക്കലി ഇങ്ങനെയുള്ള കുറച്ച് കാറ്റഗറിയുള്ള ആൾക്കാർ എൻ്റെ ഒപ്പീനിയനിൽ ഷുഡ് നെവർ ഗോ ആൻഡ് ടേക്ക് CS. അല്ലാതെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറി ഹാർഡ് വർക്കിംഗ്, കൺസിസ്റ്റൻറ്റ്, ഞാനിത് കംപ്ലീറ്റ് ചെയ്തിരിക്കും, എനിക്ക് സമയമുണ്ട്, എനിക്ക് ഫൈനാൻഷ്യലി വലിയ പ്രശ്നമില്ല, ഞാനൊരു പാർട്ട് ടൈം ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് ഫൈനാൻഷ്യലി സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റും, എനിക്ക് CS കോഴ്സ് തീർക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ടൊരു എൻട്രി ആൻഡ് എക്സിറ്റ്, ഞാൻ ഈസി എൻട്രി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ആ 4 years ആണ് ഉദ്ദേശിക്കുന്നത്, കൂടുതലല്ല. ഇഫ് നിങ്ങൾ സൈമിൾട്ടേനിയസ് ജോബും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ 6, 7, 8 years വരെ പോയി. ഞാൻ ഓൾമോസ്റ്റ് ഒരു 9 years എടുത്ത് തീർത്ത ആൾക്കാരും കണ്ടിട്ടുണ്ട്. ദെയർ ഡിറ്റർമിനേഷൻ ഇസ് വെരി ഹൈ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ സിനേറിയോയിൽ ഒരു സാധാ ഒരു വ്യക്തി പോയി കഴിഞ്ഞ് ഈ ഒരു 9 years എടുത്ത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ 9 years പോയി കഴിഞ്ഞാൽ അത് ഇറ്റ്സ് വെരി ടു ലോങ് ആക്ച്വലി. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ എടുക്കാതെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ദേ ക്യാൻ ക്ലോസ് ഇറ്റ്. സോ ഇതിൻ്റെ ബേസ് ലൈനിങ് ഇത്രയേ ഉള്ളൂ. പീപ്പിൾ ഹു ആർ വില്ലിങ് ക്യാൻ ടേക്ക് ആൻഡ് ഡു ഇറ്റ്. അതിൽ ഒരു സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം, ഈ 3 സിനേറിയോസ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തിങ്ക് ചെയ്യണം. ഈ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് യു ഗൈസ് വിൽ ബി മോർ ഏബിൾ ടു ഗ്രാസ്പ് ദി സിറ്റുവേഷൻ. ആ ഒരു ഗ്രാസ്പിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് CS aspirants. I hope more CS comes to the field. Bye.